പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, 7 ഗോൾഡൻ ലെറ്ററിൽ എഴുതി അച്ഛനെ ഈശോ കാണിക്കുന്നുണ്ട്. 7 ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ 7 അനുഗ്രഹം കിട്ടിയാൽ ഇൻ്റർവ്യൂ ആകാം, ടെസ്റ്റാകാം, ജോലിയാകാം, PR ആകാം. ഇനി എന്താണ് നിങ്ങൾ ഇത്രയും നാൾ ആശിച്ചിരുന്നത് അതിനുള്ള തീരുമാനമാകാം, അതിൻ്റെ വിടുതലാകാം. എന്തായാലും നിങ്ങൾ സാക്ഷ്യം പറയണം. കർത്താവേ, ഇങ്ങനെ ഇതുപോലെ തന്നെ ഓരോരുത്തർക്കും കർത്താവ് അങ്ങ് സന്ദേശം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾ, ഭാരങ്ങൾ, അവർക്ക് സ്വന്തമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നന്നായി വിശ്വസിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്, വെടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെല്ലാം കർത്താവ് ഈ നിമിഷം ആശീർവദിക്കട്ടെ. കർത്താവ് യാത്ര ചെയ്യുന്ന മക്കൾ, കർത്താവ് ഇൻ്റർവ്യൂ ഉള്ള മക്കൾ, കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കൾ, അനേകം മക്കൾ ആശീർവാദം വാങ്ങിച്ച് പോയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി. അവരെല്ലാം കർത്താവെ ആശീർവദിക്കണം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ഘടന കർത്താവ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ഘടനയാണുള്ളത്. എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, അതല്ലേ ഉടമ്പടി എന്ന് പറയണത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പം നിലനിൽക്കുക എന്നുള്ളത് ആണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ത്രെട്ടതാണ്, ഏറ്റവും വലിയ മുഖമുദ്രയും അതാണ്. നമുക്ക് പൊതുവെ വരുന്നൊരു വിഷയം എന്താ അറിയാമോ? ഈ ആഴ്ച ഭക്തി ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഭക്തി ഉണ്ടാകത്തില്ല. അടുത്ത മാസം നമ്മൾ തീർത്ഥാടനത്തിനും പോകും, ലോകത്തിലുള്ള എല്ലാ മലയും കയറും, പുരുഷൻ്റെ വഴി നടത്തി ഇറങ്ങി വരികയും ചെയ്യും, കൃപയിൽ ജീവിക്കുകയും ചെയ്യും. നോൻപ് കഴിയുമ്പോൾ ഇല്ലേ, പുതു ഞായറാഴ്ചയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പിന്നെ ഗ്രാഫ്, ആധ്യാത്മിക ഗ്രാഫ് താഴെ പോകും, ചിലപ്പോൾ ഗ്യാപ്പും വരും. നിങ്ങൾ ഒരു മല കയറണ നല്ലതല്ലേ, ഞാനും കയറുന്ന ആളാണ്. പക്ഷേ ഒരു മലയും കയറിയില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് അറിയാമോ? ദൈവ ആ മനുഷ്യ ബന്ധത്തിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ നോക്കണം. എന്താ ഈശോ പറയണത്? നിലനിൽക്കണം എന്ന് പറഞ്ഞ വാക്കതാണ് 15:10. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ ഗ്യാപ്പില്ലാതെ, വിള്ളലില്ലാതെ, കണ്ടിന്യൂസ് ആയിട്ട് പിന്തുടർന്നുകൊണ്ട് നിലനിൽക്കുന്നത് പോലെ. നമ്മൾ ഒത്തിരി പീക്കിലേക്ക് പോയില്ലെങ്കിലും ദൈവമായിട്ടുള്ള ആ ബന്ധം അത് ഒത്തിരിയേറെ നിമ്നോന്നതങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിലും ഒരു ബേസിക്കായിട്ട് ദൈവമായിട്ടുള്ള ആ നിലനിൽപ്പ് സൂക്ഷിക്കുന്നത് എൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലനിന്ന് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്നറിയാവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹം നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അങ്ങനെ കണ്ടിന്യൂഷനായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉടമ്പടിയുടെ ഗുണം അതാണ്. ഉടമ്പടി നിങ്ങളുടെ കണ്ടിന്യൂറ്റി ഉറപ്പ് വരുത്തും. കണ്ടിന്യൂറ്റി ഇല്ലേ, തുടർച്ച ഉറപ്പ് വരുത്തും. കാര്യം എന്താണ്? അതിൻ്റെ ചുറ്റുവട്ടങ്ങളും ആചാര അനുഷ്ഠാന ക്രമങ്ങളും സുവിശേഷ സാക്ഷ്യങ്ങളും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് ഉറപ്പ് വരുത്തുമ്പോൾ എന്ത് സംഭവിക്കും? 15:7 സംഭവിക്കും. യോഹന്നാൻ 15:7. അപ്പോൾ യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിലനിൽക്കുക എന്നുള്ള വാക്കുണ്ട് അവിടെ. 2 സ്ഥലത്തുകൊണ്ടേ 15:10 നിലനിൽപ്പുണ്ട്. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹം നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹം നിലനിൽക്കും. ഇപ്പോഴെന്താ 15:7 പറയണത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിലനിൽപ്പ് ഒരു പ്രശ്നമാണ്, ഗ്യാപ്പ് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഉടമ്പടി ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോലും ആൾക്കാരെ കാണത്തില്ല. എന്താ കാര്യം? അതായത് ഒരു ഉടമ്പടിയിലല്ല. ഉടമ്പടിയിലാണെങ്കിൽ അവരെ കാണാൻ എളുപ്പമാണ്. നമുക്ക് ചുമ്മാ കാര്യങ്ങൾ കേട്ട് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് മതാനും മധ്യസ്ഥ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിഷയം ശരിയാകും. പക്ഷെ അവർ ഉടമ്പടിയിലല്ലെങ്കിലോ, കാര്യം ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോഴാണ് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ നിങ്ങൾ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ള ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പ്രാർത്ഥനയ്ക്ക് തടസ്സമില്ല, ഇഷ്ടമുള്ള നമുക്ക് ചോദിക്കാം. പക്ഷേ ഗ്യാപ്പ് ഉണ്ടാകരുത്.
അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സമയം ഈ നോയമ്പ് കാലത്ത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. അതായത് നമ്മൾക്ക് ഈ മനുഷ്യന്മാരുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാവുമല്ലോ, അത് തന്നെ വലിയ കാര്യങ്ങൾ തന്നെയാണത്. പക്ഷേ ദൈവമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു വിഷയം, ഈ മനുഷ്യന്മാരുടെ റിലേഷൻസിൻ്റെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറിയും മറിഞ്ഞും. ഇന്ന് നിങ്ങൾ നല്ലപ്പോൾ ഇരിക്കുമ്പോൾ ആൾക്കാരുമായിട്ടുണ്ടാകുന്ന ഇന്നത്തെ വൈബ് അടുത്ത കൊല്ലം ഉണ്ടാകത്തില്ല. ഒരു കുഴപ്പമില്ല, ഉണ്ടാകത്തില്ല. അത് കുഴപ്പമില്ല, സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ മണ്ടത്തരം കാണിക്കുന്നത് നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. ഞങ്ങളപ്പോഴും ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഒരിക്കലും. കാര്യം എന്താ, വി നോ ഇറ്റ്, ഇതിൽ ഫ്ലക്ച്വേഷൻ ഉള്ളതാണെന്നുള്ള അറിയാം. ഇത് അടുത്ത മാസം ഈ വൈബ് ഉണ്ടാകത്തില്ലെന്നറിയാം. അതുകൊണ്ട് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ പൊട്ട മനുഷ്യരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ ലൈഫ് കൊടുക്കും, പൈസ കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇല്ലാത്തതൊക്കെ അവരോട് കമ്മിറ്റ് ചെയ്യും. ഒരാവശ്യമില്ല. ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവവുമായിട്ട് റിലേഷനുള്ള ആൾക്കാർ എപ്പോഴും ഉണ്ടാകുന്നൊരു ഗുണം എന്തറിയാവോ? ഈ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ വെച്ചിരിക്കുന്നത് എന്തിനാ? ദൈവവുമായിട്ട് റിലേഷൻ ഉള്ളവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് എൻ്റെ അടുത്തുള്ളത് ഒരു ഉദ്ദേശം. അപ്പം നമ്മൾ ദൈവവുമായിട്ടൊരു റിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ നിരക്കാത്ത മറ്റ് റിലേഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്ത് കളയണം നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, ഞാൻ മനുഷ്യന്മാർക്ക് ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. മനുഷ്യന്മാരുടെ ബന്ധത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കണില്ലെന്ന് ധരിക്കരുത്. അങ്ങനെ പ്രാധാന്യം കൊടുക്കാതിരിക്കുമെങ്കിൽ ഞാൻ 24 മണിക്കൂർ നിങ്ങളുടെ കൂടെ നിൽക്കുക. അപ്പോൾ മനുഷ്യന്മാർ അവിടെ കണ്ണീര്, അവിടെ പ്രയാസത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം എപ്പോഴും വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലേഷൻ എന്നിപ്പോൾ ലിയ പറയുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ആ ദൈവവുമായിട്ട് റിലേഷൻ ആയിക്കഴിഞ്ഞാൽ മറ്റ് റിലേഷൻസിനൊക്കെ താരതമ്യേന വെയിറ്റേജ് കുറവായിരിക്കും. നമുക്ക് വരുന്നൊരു അബദ്ധം, ദൈവവുമായിട്ട് റിലേഷൻ ഉണ്ടാകും, അതിനേക്കാൾ വലിയ റിലേഷനായിരിക്കും മനുഷ്യനുമായിട്ട് ഉണ്ടാകുന്നത്. ഇത് ബാലൻസ് ചെയ്യത്തില്ല. അത് ദൈവം ഉദ്ദേശിക്കണില്ല. അതുകൊണ്ടാണ് പറയണത്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം, വേറെ ദൈവം. ശ്രുതിയുടെ ഹല്ലേലൂയ 23 വെളിപ്പാട് 23 ശ്രുതിയുടെ ഹല്ലേലൂയ. പുറപ്പാട് 23 ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ പറഞ്ഞേ, വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്. ഉടമ്പടിയിൽ അപ്പം നിങ്ങൾ ഓർക്കും, വേറെ ദൈവസങ്കല്പങ്ങളൊക്കെ മനുഷ്യന്മാർക്കുണ്ടല്ലോ, അതിനെക്കുറിച്ചല്ല ജോസഫച്ചൻ സംസാരിക്കുന്നത്. വേറെ ദൈവം എന്ന് പറയുന്ന സംഭവം, ഇത് അതർ ഗോഡ് ഒരു ഭയങ്കര സീരിയസ് വിഷയമാണ്. ദൈവത്തിൻ്റെ സ്ഥാനം ആർക്ക് കൊടുക്കുന്നുവോ അത് അതർ ഗോഡായി മാറും ഉടനെ. അങ്ങനെ ഉണ്ടോ നോക്കണം നിങ്ങൾ. ഇപ്പം നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകണില്ല എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞില്ലേ, ചൊവ്വാഴ്ച ധ്യാനത്തിൽ ഞായറാഴ്ച പള്ളിയിൽ പോയില്ല. എന്താ കാര്യം? കാർ വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഇറ്റ്സ് ഓവർ. അതർ ഗോഡായപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞായറാഴ്ച പള്ളി കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പറയാം, അയ്യോ ഇത് കാറ് വണ്ടി വർക്ക്ഷോപ്പിലായിപ്പോയി. അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം വർക്ക്ഷോപ്പിലാകുക. അവിടെയാണ് പ്രോബ്ലം. ഇത് ചിന്തിക്കണം മക്കളെ. ഇതാണ് വേറെ ദൈവം എന്ന് പറഞ്ഞു, ഞാനല്ലാതെ വേറെ. അപ്പം ആ കാറ് ഒരു ദൈവമായിട്ട് പ്രവർത്തിച്ചവിടെ. എന്താ കാര്യം? ദൈവത്തേക്കാൾ പ്രാധാന്യം വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾ ഈ പ്രയോറിറ്റി ഓഫ് വാല്യൂ ശരിക്കും നോക്കണം. എന്താ കാര്യം? റിലേഷൻ എന്ന് പറയുന്ന ലിയ പറഞ്ഞ സബ്ജക്റ്റ് ഇല്ലേ, എന്താ പറഞ്ഞ റിലേഷൻ എന്ന് പറയുമ്പോൾ ആ റിലേഷൻ ശരിക്കും സിഗ്നേച്ചർ ആകണത് ആ ഒരു എന്താണ്, അതിനൊരു ഒപ്പ് കിട്ടുന്ന എപ്പോഴാണ്? മറ്റ് റിലേഷൻസ് ഫെയിലാകുമ്പോഴാണ്. അതുകൊണ്ട് എപ്പോഴും റിലേഷനിൽ വരാൻ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചത് നമ്മുടെ രോഗമോ ആപത്തോ പട്ടിണിയോ വാളോ കണ്ട എന്താ പറയണത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത്. 8:35 ശ്രുതികട ഹല്ലേലൂയ റോമലേഖനം ഓ ദിവ്യകാരുണ്യമേ ശ്രുതികട ഹല്ലേലൂയ സന്തോഷത്തോടെ
റോമ 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പറഞ്ഞേ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ക്ലേശമോ, ദുരിതമോ, ദുരിതമോ, പീഡനമോ, പീഡനമോ, പട്ടിണിയോ, പട്ടിണിയോ, നഗ്നതയോ, നഗ്നതയോ, ആപത്തോ, ആപത്തോ, വാളോ, വാളോ. റോമ 30 എന്തെന്നാൽ മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, അധികാരങ്ങൾക്കോ, ഇക്കാലത്തുള്ളവയ്ക്കോ, വരാനിരിക്കുന്നവയ്ക്കോ, ശക്തികൾക്കോ, ഉയരത്തിനോ, ആഴത്തിനോ, മറ്റേതെങ്കിലും സൃഷ്ടിക്കോ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രോബ്ലത്തിന് പൗലോസപ്പത്തിന് ഉറപ്പുണ്ട്, ജോസഫത്തിന് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നാണ് ബൈബിളിൽ ചോദിക്കുന്നത്. ഒരു വചനം നമ്മളോട് പറയുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന മറ്റു വചനങ്ങളുണ്ട്. വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. എന്താണ്? ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്ന വേറെ വചനമുണ്ട്. അതെന്താണ്? ഒന്നിനു വായിച്ച് 8:38 റോമ സ്തുതിയുടെ ഹല്ലേലൂയ. എന്തെന്നാൽ മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, അധികാരങ്ങൾക്കോ, ഇക്കാലത്തുള്ളവയ്ക്കോ, വരാനിരിക്കുന്നവയ്ക്കോ, ശക്തികൾക്കോ, ഉയരത്തിനോ, ആഴത്തിനോ, മറ്റേതെങ്കിലും സൃഷ്ടിക്കോ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം മറ്റേതെങ്കിലും സൃഷ്ടികൾക്കൊന്നും സംഭവമില്ല. അപ്പം നിങ്ങൾ ഇപ്പം ഒരു മനുഷ്യന്മാരുടെ റിലേഷനില്ലേ, ലവ് അഫെയർ ഉള്ള ആൾക്കാരുണ്ട്, അതൊരു സൃഷ്ടിയാണല്ലോ. ലവ് അഫെയർ ഉള്ള ആൾക്കാരുണ്ടാവും, അതൊരു സൃഷ്ടിയാണ്. ഈ സൃഷ്ടികൾക്ക് അങ്ങനെ ഒരു അഫെയറിലിരിക്കുന്ന ആൾക്കാർക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ്. എന്താ കാര്യം? ഈ അഫെയർ വന്നു കഴിഞ്ഞാൽ തലക്ക് ഭ്രാന്ത് പിടിക്കില്ല. ഭ്രാന്ത് പിടിക്കുന്ന ആൾക്കാർക്ക് ആ ഭ്രാന്തിൻ്റെ ഇടയ്ക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടിരിക്കും. വെരി സിമ്പിൾ. അതുകൊണ്ടാണ് മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ എന്ന് പുറത്ത് എഴുതി വെച്ചിരിക്കണം. എൻ്റെ അകത്ത് മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന്. ആർക്ക്? പൗലോസിന് മാത്രം ഉറപ്പുണ്ടായാൽ പോരാ, നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടാകണം. എന്താണ്? ഒരു സൃഷ്ടികൾക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിക്കാൻ കഴിയത്തില്ലെന്ന്. കൈയടിക്കേണ്ട ശ്രുതികൾ. ഡോക്ടർ ഇങ്ങ് വന്ന് ഞങ്ങളെ തന്നെ വിളിക്കുകയാണ്. ഞാൻ കണ്ടിട്ട് പോലുമില്ല ഡോക്ടറെ. എന്നിട്ട് ഞങ്ങളെ വന്ന് വിളിക്കുകയാണ്. നിങ്ങൾ എന്നെ കാണാൻ വന്ന് നിൽക്കുകയല്ലേ എന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി ഞങ്ങളോട് പറഞ്ഞു, നിവൻ എടാ നിനക്കിനി സർജറി ഒന്നും വേണ്ട, നീ അവിടെ പോയി ഒരു എക്സസൈസ് ചെയ്താൽ മതി. അവിടെ റൂമിൻ്റെ നമ്പരും പറഞ്ഞു അവിടെ പോയി നീ അവരോട് ചോദിച്ചിട്ട് അവർ കാണിച്ചു തരും, അത് നീ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ സർജറി ചെയ്തില്ല, സർജറി ചെയ്യേണ്ടി വന്നുമില്ല. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലവും ഉപ്പും തേനും ഇവന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് എല്ലാ ദിവസവും ഞാൻ ഇവനെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനിങ്ങനെ കിടക്കത്ത് മാത്രമേ ഉള്ളായിരുന്നു. ഇങ്ങനെ ട്യൂബിട്ട് വെള്ളം പോകുന്നു. അത് കുറേ നാൾ, ഒരു 3 മാസം കഴിഞ്ഞപ്പം തൊട്ട് ഞങ്ങളിങ്ങനെ ശ്വാസകോശത്തിൽ നിന്ന്
ഇങ്ങനെ പഴുപ്പ് തന്നെയാണ് വരുന്നുകൊണ്ടിരുന്നത്. 1/2 ലിറ്റർ 3/4 ലിറ്ററൊക്കെ പഴുപ്പ് ഇങ്ങനെ എടുക്കുമായിരുന്നു. അങ്ങനെ ഓരോ മാസം ഇവനെ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോഴൊക്കെ ഇവനിങ്ങനെ പഴുപ്പ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് വളരെ വിഷമം. ഞാനിവൻ്റെ മുണ്ടിൻ്റെ മടിത്തുമ്പിൽ ഞാൻ അമ്മയുടെ കാശ് രൂപം കെട്ടിയാണ് ഇവനെ കെട്ടിക്കൊണ്ട് പോണേ. അവർ എല്ലാവർക്കും അറിയാം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ പറയും എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും ഇങ്ങനെ ചെയ്താലെന്ന് പറയും. എങ്കിലും ഇത് ചെയ്യാതിരുന്നാൽ ഇവന് ശ്വാസം മുട്ടൽ അങ്ങനെയെല്ലാം വരും. അതുകൊണ്ട് നമുക്കത് ചെയ്യാതിരിക്കത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. അവൻ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്ത് കഴിയുന്നു. പിന്നെ എൻ്റെ ഒരു സാക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല എങ്കിലും എൻ്റെ ഞാനിവിടെ ഉടമ്പടി പുതുക്കിയ അന്ന് എൻ്റെ മകളുടെ 2 കൺപോളകളും വലുതായിട്ട് ഇങ്ങനെ വീർത്ത് വരുന്നെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളൊരു 3 പ്രാവശ്യം സർജറി ചെയ്തു. ഓരോ പ്രാവശ്യം ഈ കണ്ണിൻ്റെ ഡോക്ടർ സർജറി ചെയ്യുമ്പം 1500 രൂപ വീതം ആകുന്നുണ്ടായിരുന്നു. അപ്പം ഞാനെന്നും പ്രാർത്ഥിക്കും. കാരണം എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസം തന്നെ പോകേണ്ടി വരും. കാരണം കോവിഡ് കാലമായിരുന്നു, കോവിഡ് വാക്സിൻ എടുക്കുന്ന കാലമായിരുന്നു. ഞാൻ ആശാ വർക്കറായിരുന്നു. എനിക്കപ്പോൾ പോകേണ്ടി വരുമായിരുന്നു. എല്ലാ ദിവസവും തന്നെ ഞങ്ങൾക്ക് ജോലിയായിരുന്നു. അപ്പോൾ ഈ മകൾ വേണമായിരുന്നു വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാ കാര്യങ്ങളും മകൾ വേണമായിരുന്നു ചെയ്യാൻ. ഇവളോട് അടുപ്പിൻ്റെ അടുത്ത് തീയൊന്നും അങ്ങനെ അടിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ആ ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കിയിട്ട് ഞാൻ ഉടമ്പടി തൈലം അവിടെ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞു, അതെനിക്ക് മമ്മിയെ ഒന്ന് തന്നേ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കട്ടെ, എൻ്റെ കണ്ണിലൊന്ന് തേക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് തേച്ച ഉടനെ ഇവളുടെ കണ്ണിലെ അത് മഴ പോലെ ഇരുന്ന് ഇങ്ങനെ ദശ വളർന്ന് നിൽക്കുമായിരുന്നു അകത്ത്, കൺപോളയ്ക്കകത്ത്. അതിങ്ങനെ പൊട്ടി അങ്ങ് ഒഴുകിപ്പോയി. പിന്നെ അവൾക്കത് ഇന്ന് വരെ ഒരു കൺകുരുവോ ഒന്നും ഇന്ന് വരെ വന്നിട്ടില്ല. അങ്ങനെ എനിക്ക് ഇങ്ങനെ 2 അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കും. എൻ്റെ പേര് ജോളി കുര്യാക്കോസ്. ഞാൻ കോട്ടയം ജില്ലയിൽ പെരുവ കാരിക്കോട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എന്നെ ഇവിടെ ഒരു സാക്ഷിയാക്കും മാറ്റുവാൻ ഇടയാക്കിയത് എൻ്റെ മോൾ ഇവിടെ ഇതിനു മുന്നും വന്ന് ഒരു ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു. അതിന് പ്രകാരം അവൾ ഒരു നിയോഗം എൻ്റെ മോൻ ജോലിക്ക് വേണ്ടി വെച്ചിരുന്നു. അതും പ്രകാരം അവന് ഹോട്ടൽ മാനേജ്മെൻറ്റ് മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ ഡിഗ്രി ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ഒരു കുട്ടിയായിരുന്നു. അവൻ ഇവിടെ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാട്ടിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പുറത്തേക്ക് വിടാൻ ഇപ്പോഴത്തെ സാഹചര്യം 10-20 ലക്ഷം രൂപകളൊക്കെ മുടക്കാൻ ഞങ്ങൾക്ക് വേറൊരു ലോണും അതിൻ്റെ ജപ്തി കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതും നടക്കാത്ത അവസ്ഥയിലായിരുന്നു. കുട്ടിയും ഞങ്ങളും ആകെ വിഷമത്തിലായിരുന്നു. 6 ലക്ഷം രൂപ മുടക്കി പഠിപ്പിച്ചതാണ്. അപ്പോൾ അവൾ ഇങ്ങനെ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ഞങ്ങളുടെ വീട്ടിലൊരു പാർട്ടിയുടെ പിരിവിന് വന്ന ഒരു ചേട്ടൻ ഈ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇവനിങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇവന് മറ്റൊന്നുമില്ലെങ്കിൽ തിരിയാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇവന് ഷിപ്പിലേക്കുള്ള ഒരു ജോലിയുടെ കാര്യം തിരക്കാൻ മേലായിരുന്നോ? അങ്ങനെ ഒരു കുട്ടിയുടെ പേര് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിലെ ഇടവയിൽ വരുന്ന കുട്ടിയുടെ പേര് പറഞ്ഞ് ആ കുട്ടിയെ കണ്ടാൽ അവൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കുട്ടിയെ കണ്ടു. ആ കുട്ടി പറഞ്ഞ് എറണാകുളത്ത് ഒരു കോഴ്സും കൂടി ഉണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഷിപ്പിലേക്കുള്ളതിൻ്റെ. അങ്ങനെ ഞങ്ങൾ അതോടെ പോയി മോൻ തിരക്കി. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പഠിക്കണമെങ്കിൽ 50,000 രൂപ വേണം ഫീസ് തന്നെ. അപ്പോൾ അതിനും ഞങ്ങളുടെ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ കുട്ടി എൻ്റെ ഒരു കസിൻ കുട്ടിനോട് പറഞ്ഞു, എനിക്ക് 50,000 രൂപ ഉണ്ടെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ആ കസിൻ പറഞ്ഞു, ഞാൻ 50,000 നിനക്ക് തരാം, നീ അത് പോയി ചേരാൻ പറഞ്ഞു. അങ്ങനെ പഠിച്ച് 1 മാസം തീരുന്ന ലാസ്റ്റ് 3 ദിവസങ്ങളിലാണ് അവൻ്റെ പരീക്ഷ നടന്നത്. പരീക്ഷ നടക്കുമ്പോൾ അത് കമ്പ്യൂട്ടറിലായിരുന്നു. അപ്പോൾ തന്നെ റിസൾട്ട് അറിയാമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം 2 പരീക്ഷ കമ്പ്യൂട്ടറിൽ നടന്ന ഒരു പരീക്ഷയ്ക്ക് പൊട്ടി. അപ്പോൾ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മേ ഞാൻ ഒരു പരീക്ഷയ്ക്ക് പൊട്ടി, എനിക്ക് ആകെ വിഷമമാണ്, അടുത്തത് ചെയ്യാൻ വേണ്ടിയിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇവിടുന്ന് പ്രാർത്ഥിച്ചോളാം, നീ ധൈര്യമായിട്ട് നീ പരീക്ഷ എഴുതുന്നു, ജയിക്കും. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞതനുസരിച്ച് അമ്മ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്ക്, ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നടക്കാനുണ്ട്, ഉടമ്പടി എടുത്താൽ അതെല്ലാം ദൈവം മാതാവിൻ്റെ മധ്യസ്ഥയിൽ അതെല്ലാം മാറ്റിത്തരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് അതെല്ലാം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവേ ഞാൻ ഇവിടെ നിന്ന് വരാം, എൻ്റെ മോൻ ആ പരീക്ഷകളെല്ലാം ജയിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു. അപ്രകാരം അവൻ എല്ലാ പരീക്ഷയും ജയിച്ച് ആ പോരുന്ന ദിവസം തന്നെ അന്നേരം തന്നെ റിസൾട്ടും കിട്ടി. അപ്പോൾ എൻ്റെ മോളുടെ ഭർത്താവ് പറഞ്ഞു, നെറ്റിലൊരു
ഇൻ്റർവ്യൂ ബോംബെയിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഷിപ്പിലേക്കുള്ളതിൻ്റെ. അപ്പോൾ അതൊന്ന് പോയി അറ്റൻഡ് ചെയ്യാൻ അവനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ രാത്രിയാണ് വീട്ടിലെത്തിയത്. വീട്ടിൽ നിന്ന് ഡ്രസ്സുകളെല്ലാം